ബഹിരാകാശ പരീക്ഷണങ്ങളിൽ റഷ്യയ്ക്ക് മുൻതൂക്കം നൽകുന്നതിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായി തന്റെ ജീവൻ തന്നെ ത്യജിക്കേണ്ടി വന്ന കുദ്രിയാവ്ക എന്ന് റഷ്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞർ വിളിക്കുന്ന ലേക്ക. അല്പം മാത്രമിടമുള്ള ഇരുമ്പ് പേടകത്തിനുള്ളിൽ ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവും വളരെയധികം ഉയർന്ന അവസ്ഥയിലായിരുന്നു ലേക്ക. ഹൃദയമിടിപ്പ് എങ്ങനെ കൂടാതിരിക്കും? കൃത്യമായി പറഞ്ഞാൽ മോസ്കോയിലെ തെരുവിൽ നിന്ന് 2000 മൈൽ ഉയരത്തിൽ ബഹിരാകാശത്തിലായിരുന്നു അപ്പോഴവൾ. ബഹിരാകാശത്ത് നിന്ന് പേടകങ്ങളെ മടക്കിക്കൊണ്ടുവരാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിട്ടില്ലാത്ത കാലം. ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തിയ ആദ്യത്തെ ജീവി, ആദ്യത്തെയും അവസാനത്തേതുമായ അവളുടെ ആ ബഹിരാകാശ യാത്ര മരണം മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു. അത് തിരിച്ചറിഞ്ഞു തന്നെയാണ് ലേക്കയെ തിരഞ്ഞെടുത്തതും ബഹിരാകാശത്തേക്ക് അയച്ചതും. 1950കളുടെ അവസാനം ബഹിരാകാശ ഗവേഷണത്തിൽ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ വലിയ കിടമത്സരം നിലനിൽക്കുന്ന കാലം. 1954 ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ സ്പുട്നിക് 1 വിക്ഷേപിച്ച് ബഹിരാകാശ ഗവേഷണത്തിൽ സോവിയറ്റ് യൂണിയൻ ഒരുപടി മുന്നിൽ നിൽക്കുന്ന കാലം. സ്പുട്നിക് 1 ദൗത്യത്തിന്റെ വലിയ വിജയത്തിനു പിന്നാലെ ജീവനുള്ള ഒരു വസ്തുവിനെ ബഹിരാകാശത്തേക്ക് അയക്കുവാൻ സോവിയറ്റ് തീരുമാനിച്ചു. അങ്ങനെ സ്പുട്നിക് 1 നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടവർ ഒരു പട്ടിയെ ജീവനോടെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. ബഹിരാകാശത്തെത്തി 7 ദിവസത്തിന് ശേഷം ഓക്സിജന്റെ അഭാവം മൂലം പട്ടി മരിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ കണക്കുകൂട്ടിയത്. പട്ടിയെ അയക്കാൻ തീരുമാനിച്ചതോടെ അതിനു പറ്റിയ ഒന്നിനെ കണ്ടെത്താനായി പിന്നീട് അവരുടെ ശ്രമം. മോസ്കോയിലെ തെരുവു പട്ടികൾക്കിടയിലാണ് ആദ്യം അവർ തിരച്ചിൽ ആരംഭിച്ചത്. പട്ടിണിയെ അതിജീവിക്കാനുള്ള കഴിവും പ്രതികൂല സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള ശേഷിയുമുള്ളതിനാലാണ് തെരുവു പട്ടികളെ തന്നെ തിരഞ്ഞെടുത്തത്. തെരുവിൽ നിന്ന് ഭാരം കുറഞ്ഞ ഒരു പെൺപട്ടിയെ കണ്ടെത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ ഒരു ദൗത്യത്തിനായി പട്ടിയെ തിരഞ്ഞെടുക്കാനുള്ള കാരണം അനുസരണയും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുമുള്ള കഴിവുമായിരുന്നു. സ്പുട്നിക് 2 യാത്രയ്ക്കുള്ള നറുക്കു വീണത് കറുപ്പും വെളുപ്പും നിറത്തിലുള്ള 3 വയസ്സ് മാത്രം പ്രായമുള്ള ലേക്കയ്ക്കായിരുന്നു. ആർക്കും ഇഷ്ടം തോന്നുന്ന പ്രകൃതവും രസകരമായ ഭാവപ്രകടനങ്ങളും ശാന്ത സ്വഭാവവും അവളെ മറ്റു പട്ടികളിൽ നിന്ന് വ്യത്യസ്തയാക്കി. യാത്രയ്ക്ക് 3 ദിവസം മുമ്പ് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പേടകത്തിലേക്ക് ലേക്കയെ മാറ്റി. അവിടെ അവൾക്ക് പരിമിതമായ ചലനങ്ങൾ മാത്രമാണ് അനുവദിച്ചത്. ശരീരം വൃത്തിയാക്കി കൈകളിൽ സെൻസറും ശരീരത്തിൽ വിസർജന സംവിധാനങ്ങളും ഘടിപ്പിച്ച് സ്പേസ് സ്യൂട്ടും ധരിച്ച് ലോഹനിർമ്മിതമായ ആ വാഹനത്തിൽ അവളിരുന്നു. 1957 നവംബർ 3 പിൽക്കാല ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് വഴികാട്ടാനായി മടക്കമില്ലാത്ത യാത്രയ്ക്കായി ലേക്ക യാത്ര തിരിച്ചത്. സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന കസാക്കിസ്ഥാനിലെ ബേക്കനൂർ ബഹിരാകാശ നിലയത്തിൽ നിന്ന് സ്പുട്നിക് 2 പേടകത്തിലായിരുന്നു അവളുടെ യാത്ര. ജീവനോടെ അവൾക്കൊരു മടക്കമില്ലെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു, അവൾക്കൊഴികെ. അവളെയും കൊണ്ടുള്ള വാഹനം ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നപ്പോൾ അതിഭീകരമായ ശബ്ദവും ഉയർന്ന മർദ്ദവും അവളെ കുറച്ചൊന്നുമല്ല ഭീതിപ്പെടുത്തിയത്. അവളുടെ ശ്വാസോച്ഛ്വാസവും ഹൃദയമിടിപ്പും ഉയർന്നു. 103 മിനിറ്റ് കൊണ്ട് ഭൂമിയെ വലം വെച്ച അവൾ ജീവനോടെ ഭ്രമണപഥത്തിലെത്തി. ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തുന്ന ആദ്യ ജീവി എന്ന ചരിത്രവും തന്റെ പേരിൽ എഴുതി ചേർത്തു. ഇന്ന് മറ്റെല്ലാ ബഹിരാകാശ യാത്രികരെക്കാളും ലേക്ക ഓർമ്മിക്കപ്പെടുന്നു. അവളുടെ ഓർമ്മയ്ക്കായി രാജ്യങ്ങൾ തപാൽ സ്റ്റാമ്പുകൾ വരെ പുറത്തിറക്കി. പുസ്തകങ്ങളും സിനിമകളും TV പരിപാടികളും പുറത്തിറങ്ങി. പിൽക്കാലത്ത് ലേക്കയോടുള്ള ആദരസൂചകമായി മോസ്കോയിലെ സ്റ്റാർ സിറ്റി ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിനു മുമ്പിൽ ലേക്കയുടെ പ്രതിമ സ്ഥാപിച്ചാണ് സോവിയറ്റ് യൂണിയൻ അവളോട് പ്രായശ്ചിത്തം ചെയ്തത്. അവളുടെ യാത്ര കഴിഞ്ഞ് വർഷമേറെ പിന്നിട്ടിട്ടും ലേക്കയും അവൾ സഞ്ചരിച്ച പേടകവും ബഹിരാകാശ ചരിത്രത്തിലെ തിളക്കമുള്ള ഓർമ്മയായി ഇന്നും നിലനിൽക്കുന്നു.